ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുക. കേസ് അന്വേഷണത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ വേണം എന്ന് ചൂണ്ടിക്കാണിച്ച് SIT നൽകിയ അപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. അവധിക്കാല ബെഞ്ചാണ് പരിഗണിക്കുക. ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. ബിപിൻ, വിശദാംശങ്ങൾ. SKN ജനുവരി 2-ാം വാരത്തോടു കൂടി ഈ SITയുടെ ഒരു അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ്. പക്ഷേ അവിടേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു അന്വേഷണത്തെ അത് ബാധിക്കുന്ന രീതിയിൽ ഇവിടെ ആൾ ക്ഷാമമുണ്ട് എന്നുള്ളതാണ് SIT പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരെ നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപിൽ ഒരു ഹർജിയായി SIT നൽകിയിരിക്കുന്നത്. 2 CIമാരെ വേണം എന്നുള്ളതാണ്. 2 CIമാരെ കൂടി ഉൾപ്പെടുത്തി ഈ അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്തണം എന്നുള്ളൊരു അപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ അവധിക്കാല ബെഞ്ച് ഈ അപേക്ഷ കേൾക്കുകയും ഈ SIT വിപുലപ്പെടുത്തണോ എന്നതിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യും. ഇത് അന്വേഷണത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് SIT പ്രധാനമായും പറയുന്നത്. കാരണം അത് കേരളത്തിന് പുറത്തേക്ക് എത്തുന്നു. ഈ സ്വർണം പോയ വഴികൾ ഏതൊക്കെയാണ്, ആ സ്വർണം കണ്ടെടുക്കേണ്ടതുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചെയിൻ എന്നുള്ള രൂപത്തിലേക്ക് ഈ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അത്രയും ഒരു അന്വേഷണത്തിന് പറ്റിയ ആളുകൾ കൂട്ടത്തിൽ കൂടെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷാമം പരിഹരിക്കണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊന്നുള്ളത് എ പത്മകുമാറിൻ്റെയും ഗോവർദ്ധൻ്റെയും ജാമ്യാപേക്ഷ ഇന്ന് വരികയാണ്. എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളിയതിന് തൊട്ടുപുറകെയാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഗോവർദ്ധനും നേരിട്ട് ഹൈക്കോടതിയിൽ തന്നെ ഈ ജാമ്യാപേക്ഷയുമായി വന്നിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല, അതായത് ഒറ്റയ്ക്കൊരു പങ്കില്ല എന്നുള്ളതാണ്. ഇതിൽ എന്ത് നിലപാട്, എന്ത് ഉത്തരവ് വരുമെന്നുള്ളതും നിർണായകം. SKN. ഓക്കെ, താങ്ക് യു ബിപിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.